വളരെ എക്സൈറ്റഡ് ആണ്. ഒന്നുമല്ല, ഇന്ത്യ ടു US ഞങ്ങൾ കുറച്ച് കൊറിയർ ഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് എത്തി. അറൗണ്ട് ഒരു 32 kg. അപ്പോൾ അത് ഞങ്ങൾ ഷിപ്പ് ചെയ്തത് DHL വഴിയായിരുന്നു. എക്സ്പ്രസ് ഡെലിവറിയാണ് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് ലാസ്റ്റ് ഫ്രൈഡേ ആയിരുന്നു അവർ ഷിപ്പ് ചെയ്തത്. വിത്തിൻ 5 days ഞങ്ങൾക്ക് കൊറിയർ കിട്ടി. അപ്പം അത് ഒരു വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അറൗണ്ട് 1 year ആയി ഇപ്പം നാട്ടിലോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് US വരുമ്പോൾ നമുക്ക് ഒത്തിരി ആ പാക്കേജ് കണ്ടപ്പോൾ തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം എന്നോടൊപ്പം തന്നെ ഇതാ ഇവിടെ ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പാക്കേജ് ഓരോന്നായിട്ട് പൊട്ടിക്കാം. കുറച്ച് നൈദൂന് വേണ്ടിയുള്ള കുറച്ച് വാഴയും സ്ലൈഡും ഒക്കെയാണിത്. നൈദൂഷിക്കാണ്. പിന്നെന്താ, ഇത് അരിപ്പ, പിന്നെ കായപ്പൊടി. കായപ്പൊടി ഇവിടെ കിട്ടും, പക്ഷെ അത്ര ടേസ്റ്റ് ഇല്ല കായപ്പൊടിക്ക്. പിന്നെ ഇത് നൈദൂഷിക്ക് തന്നെയാണ്. കുറച്ച് വളകളും ബാംഗിൾസും പൊട്ട്, പിന്നെന്താ ക്ലിപ്പ്, അങ്ങനത്തെ. ആർ യു എക്സൈറ്റഡ്? ഹാപ്പി? ഹാപ്പി? ഷീ സോ ഹാപ്പി. പിന്നെന്താ, നൈദൂഷിക്ക് ഒരു ഡ്രസ്സ് നൈദൂഷിയുടെ അമ്മൂസും എല്ലാരും കൂടെ അയച്ചതാണ്. പിന്നെ നൈദൂഷിക്ക് ഡ്രസ്സ്, കുറച്ച് ഡ്രസ്സൊക്കെ ഞങ്ങൾ അവിടെ നിങ്ങോട്ട് കൊറിയർ ചെയ്തായിരുന്നു, ഷിപ്പ് ചെയ്തായിരുന്നു. ഡ്രസ്സാണ് മെയിൻ. കാരണം ഇവിടെ കുറച്ച് ഡ്രസ്സസ് ഒക്കെ കുറച്ച് കോസ്റ്റ്ലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ മിന്ത്രയിൽ അങ്ങനെയൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ ക്ലിപ്സ്, മാലാസ്, ഇതെല്ലാം ഡ്രസ്സാണ്. ഒരു ബോക്സ് മൊത്തം ഡ്രസ്സുകളുണ്ട്. മമ്മി എടുക്കാം, മമ്മി എടുക്കാം. ഇതുമാണ് മൊത്തം. പിന്നെ ഏട്ടന് വേണ്ടി ഷർട്ട്. ഇവിടെ നമുക്ക് ഓണം സെലിബ്രേഷൻ ഒക്കെ വരുവാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഡ്രസ്സും സാരീസും ഒക്കെയാണ്. ഓക്കെ, അപ്പം ഒരു ബോക്സ് നമ്മള് വേക്കൻഡ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതില് മെയിൻലി കുറച്ച് ഡ്രസ്സുണ്ട്. പിന്നെന്താ, മസാലാസ് ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നൈദൂഷിക്ക് വേണ്ടിയുള്ള കുറച്ച് നമ്മുടെ ഈ ഓണം സെലിബ്രേഷനിലൊക്കെ ഇടാൻ പറ്റിയ കുറച്ച് ക്ലിപ്സ്, പിന്നെന്താ അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് അത്. പിന്നെ എനിക്കൊരു സെറ്റ് മുണ്ടുണ്ട്. പിന്നെ ഏട്ടന് സെറ്റ് മുണ്ടുണ്ട്, സാരി ഉണ്ട്. ഓണക്കോടിയാണ് ഇതൊക്കെ. ഇവിടെ ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ട്. മമ്മി എടുക്കാം, മമ്മി എടുക്കാം. നൈദൂഷി ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ഇവിടെ വന്നിക്ക്, മമ്മി കാണാം. ഇവിടെ വന്നിക്ക്, ഇപ്പുറത്ത് വന്നിക്ക്, ഇപ്പുറത്ത് വന്നിക്ക്. ഇവിടെ നിന്ന് എടുത്ത് മമ്മിക്ക് ഓരോന്നായിട്ട് എടുത്ത് തരണേ. അപ്പൊ നൈദൂഷി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓരോന്നൊക്കെ എടുത്ത് തരാനും ഹെൽപ്പ് ചെയ്യാനും അൺബോക്സ് ചെയ്യാനും ഒക്കെ വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ കുട്ടീസ് ആകുമ്പോൾ ഇതെങ്ങനെ അവർക്ക് എന്താണെന്നൊക്കെ ഉള്ള ഒരു എല്ലാം അറിയാനും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ദിസ് ഈസ് ഫോർ നൈത്ത്. യു ലൈക്ഡ് ഇറ്റ്? ഇഷ്ടപ്പെട്ടാ? ഇത് കുറച്ച് ഡെക്കറേഷൻ സംഭവമാണ്. ഇനി നമ്മുടെ മെയിൻ ഫുഡ് ഐറ്റംസ് അവലുണ്ട്. നമ്മുടെ നാട്ടിലെ അവലാണ്. പിന്നെ നമ്മുടെ ഓണം സ്പെഷ്യൽ ചിപ്സ്, പിന്നെ നമ്മുടെ ചക്ക വെച്ച്. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ ഇല്ല. ചക്ക വെച്ചതൊന്നും അങ്ങനെ ഇല്ല കിട്ടാൻ. ഇത് ഒരു ക്ലോത്താണ്.
പിന്നെ ഇത് നൈദുഷിക്ക് പ്ലേറ്റ്, നൈദുഷി പാപ്പം കഴിക്കാൻ പ്ലേറ്റും ബോക്സും ആണ്. പിന്നെ ഇത് ബ്രൂവിന്റെ ഒരു കോഫി പൗഡറാണ്. ബ്രൂ ഉണ്ട്, നെസ്കഫെ ഉണ്ട്. ഇത് കരിപ്പൊട്ടി, നമ്മുടെ ജാഗറി എന്ന് പറയും. നമ്മൾ ഈ പനിയൊക്കെ വരുമ്പോൾ ഇട്ട് കുടിക്കാറുണ്ട്. അതിവിടെ കിട്ടാനില്ല. നമ്മുടെ പനിക്കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ നല്ല ഒരു ആശ്വാസമല്ലേ, അത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടാറില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇതെന്താ? ഇത് ജീരകം പൊടിച്ചതാണ്, ജീരകപ്പൊടി. ഇതൊക്കെ അമ്മയുടെ, എൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ അമ്മയുടെ ഒക്കെ ഒരു ഇതാണ്. ഇത് നമ്മുടെ വാഴയില, നമുക്ക് സദ്യക്ക് കഴിക്കാൻ വേണ്ടിയുള്ള വാഴയിലയാണ്. SAS-ന്റെ പേപ്പർ വാഴയില. ഇത് പിന്നെ നൈദുഷിക്ക് കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സ് അതൊക്കെയാണ്. ഇത് കടുകുണ്ട്. ഇത് നമ്മുടെ വിളക്ക് കത്തിക്കാനുള്ള നൂത്തിരി. ഒട്ടുമിക്ക സാധനങ്ങൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് അവര്. ഇത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടിയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇത് തൈര് മുളക്, അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. തൈര് മുളക് കഞ്ഞിയുടെ കൂടെയൊക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നൈദുഷിയുടെ ഓണക്കോടി. ഫോർ നൈറ്റ് ഫോർ ഇത് നൈദുഷിയുടെ ഓണക്കോടിയാണ്. നൈദുവിന്റെ അച്ഛമ്മയുടെ നിന്നുള്ള ഓണക്കോടിയാണ്. നൈദുവിന് ഓണത്തിനിടാൻ വേണ്ടി. നൈദുഷിക്ക്, മമ്മിക്കല്ല. നമ്മളിതെങ്ങനെ ഈ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോ നമുക്ക് ഫേവററ്റ് ഉണ്ണിയപ്പം ഏട്ടന്റെ അമ്മ ഉണ്ടാക്കിയതാണ്. ഇവിടെ വന്നിട്ട് ഉണ്ണിയപ്പം കുറെയൊക്കെ മിസ് ചെയ്തു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. ഈ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഈ കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ഓപ്പൺ ചെയ്യില്ല, അതുപോലെയായിരുന്നു ഇത് വന്നപ്പോൾ. സത്യത്തിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു, കാരണം നാട്ടിൽ നിന്നും കൂടെ ആകുമ്പോൾ. ഇനി ഇത് നമ്മുടെ ദോശപ്പൊടിയാണ്. ദോശപ്പൊടി നമുക്ക് ഇവിടെ കിട്ടാനില്ല, ദോശപ്പൊടിയൊന്നും. പിന്നെ ഇത് ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ദോശയുടെ കൂടെ കഴിക്കും. പണ്ട് നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു വിലയില്ല, പക്ഷെ ഇപ്പം ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കഴിക്കാൻ, ടേസ്റ്റ്. പിന്നെ ഇത് ഗ്രാമ്പൂ മസാലാസ് ഒക്കെയാണ്, പൊടിച്ച മസാലാസ് ഒക്കെ ഉണ്ട്. അത് ഓൾമോസ്റ്റ് കുറേ ഉണ്ട്, കാരണം നമുക്ക് കേരള സ്റ്റൈൽ മസാലാസ് ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതലും ഈ ഹൈദരാബാദി പിന്നെ ആന്ധ്ര അവരുടെയൊക്കെ മസാല. പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ ഓക്കെ അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഭയങ്കര സ്പൈസിയാണ്. എന്താടാ? വയ്ക്കാം. ഇത് നമ്മുടെ എന്താ പറയുക അവലോസ് പൊടി. അമ്മ പറയട്ടെ, മമ്മിക്ക് പറയണ്ടേ. ഇത് പെപ്പർ പൊടിയാണ്, കുരുമുളക് പെപ്പർ. മമ്മിക്ക് ഇവിടെ വയ്ക്കും. പിന്നെ ഇത് നമ്മുടെ പായസത്തിന് വേണ്ടിയുള്ള കുറച്ച് മിക്സ് ആണ്. മീറ്റ് മസാല, ഫിഷ് മസാല അതൊക്കെയാണ്. സാമ്പാർ പൊടിയുണ്ട്, ഫിഷ് മസാല ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഇത് നമ്മുടെ ഉലുവപ്പൊടി, ഫെനുഗ്രീക്ക്, ഇതൊക്കെ അമ്മമാര് പൊടിച്ചു കൊടുത്തു വിട്ടാണ്. രസപ്പൊടി, ചിക്കൻ മസാല. മമ്മി എടുക്കാം, മമ്മി. ഓക്കെ. ഇത് പുളിയാണ്. പുളി അറൗണ്ട് ഒരു കുറച്ച് കൂടുതലുണ്ട്, 2 കിലോ പുളിയുണ്ട്. പിന്നെ മമ്മി എടുക്കാം. ഇത് റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി. പിന്നെ ഫേവററ്റ് ഞാൻ കുറച്ച് അലുവ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലുവ കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു, അങ്ങനെ അലുവ പറഞ്ഞു. പിന്നെ ഉപ്പുമാവ് റവ, അത് പപ്പടം ഉണ്ട്. ഇടയ്ക്കൊക്കെ വിട്ടുപോയിട്ടുണ്ട്. നൈദുഷി എല്ലാം എടുത്തെടുത്ത് അങ്ങോട്ടും ഒക്കെ വയ്ക്കുകയാണ്. ഇത് പനിക്കാപ്പി. ഞങ്ങളെക്കാട്ടി കൂടുതൽ അവക്കാണ് എക്സൈറ്റ്മെന്റ്. ഇത് പെട്ടി തുറക്കാനും പെട്ടി എന്തൊക്കെയാണുള്ളതെന്ന് അറിയാനും. ഇത് കട്ട് മാംഗോ ആണ്. പിന്നെ ഡ്രൈഡ് മാംഗോ ഉണ്ട്. പിന്നെ കൊറിയാൻഡർ പൗഡർ ഉണ്ട്. ഇത് തേങ്ങാപ്പീര കേര പൗഡറാണ്. ഇത് കുറച്ച് നല്ല കുറെ ക്വാണ്ടിറ്റി ഉണ്ട്, കുറെ നാൾ ഇരിക്കും. നൈദുഷിയുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഇരിപ്പുണ്ട്, തരുന്നില്ല. എന്താണ്? നോക്കട്ടെ നോക്കി മമ്മി എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഓക്കെ. ഇത് ബ്ലാക്ക് ഡ്രൈ ഗ്രേപ്പ്. ഇത് ഉണക്ക മുന്തിരി നൈദുഷിക്ക് വേണ്ടിയാണ്. അത് നൈദുഷി കറക്റ്റ് ആയിട്ട് എടുത്തു. ഫോർ നൈദുഷി. ഇത് നൈദുഷിക്കാണ് വെച്ച. അപ്പൊ ഞങ്ങളുടെ സെക്കൻഡ് ബോക്സും ഞങ്ങൾ ഫുള്ളി അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പെട്ടെന്ന് എത്തിയാണ് പ്രോഡക്റ്റ്. ഒരു കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ആദ്യം കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും കിട്ടുമോ, ഓണത്തിന് മുമ്പ് കിട്ടണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഓണത്തിന് മുമ്പ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു
ഡൗട്ടിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് കിട്ടി. ഇവർ എക്സ്പ്രസ് ഡെലിവറി ആയതുകൊണ്ട് വിത്തിൻ 5 ഡേയ്സ് കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ എത്തിയായിരുന്നു. ഞങ്ങൾ DHL വഴിയാണ് ഇത് കൊറിയർ ചെയ്തത്. കൊറിയർ മെയിൻ ഇത് കുറച്ച് പ്രോഡക്റ്റ് ഇത് വേണമായിരുന്നു. ഈ മസാലാസ് ഒക്കെ ഞങ്ങൾക്ക് വേണമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞിന് വേണ്ടി അവൾക്ക് വേണ്ടിയുള്ള കുറച്ച് ഡ്രസ്സ്, പിന്നെ അവൾക്ക് വേണ്ടി കുറച്ച് സ്ലൈഡ് ക്ലിപ്പ്, അതൊക്കെ അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെയും ഒരു സ്നേഹോപകാരം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അയ്യോ എന്താ പറയാ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ കുറെ എന്താ തെറ്റുകളും ഒക്കെ കാണും. ഒരുപാട് തെറ്റുകളാണ് എന്തായാലും. അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.